ഹായ് ഫ്രണ്ട്സ്, ഇതൊരു ഡിജിറ്റൽ ഷെയർ കാർഡാണ്. നമ്മുടെയൊക്കെ നിത്യച്ചെലവുകളെ ഒരു വരുമാനമാക്കി മാറ്റാൻ കഴിയുന്ന ഒന്ന്. 1000 രൂപയാണ് ഈ ഡിജിറ്റൽ ഷെയർ കാർഡിന്റെ വില. ഇതിൽ 500 ബിറ്റ് പോയിന്റുകൾ ഉണ്ടായിരിക്കും. ഈ ബിറ്റ് പോയിന്റ് ഉപയോഗിച്ച് കമ്പനിയുടെ വെബ്സൈറ്റിലുള്ള ബിഡിങ്ങിൽ അഥവാ ലേലത്തിൽ പങ്കെടുത്താൽ നമുക്ക് ഗ്രാസ് ഹോപ്പർ എന്ന ഡിജിറ്റൽ ഷെയറിന്റെ ബിറ്റുകൾ ലഭിക്കും. നമുക്ക് ബിഡിങ്ങിലൂടെ ഷെയർ ബിറ്റുകൾ ലഭിച്ചതിനു ശേഷം അടുത്തൊരാൾ ബിഡിങ്ങിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ കാർഡിലെ ഷെയർ ബിറ്റുകളുടെ വില കൂടിക്കൊണ്ടിരിക്കും. ഓരോ ദിവസവും കൂടുന്ന വില കമ്പനിയുടെ വെബ്സൈറ്റ് വഴി നമുക്ക് ഫോണിൽ കാണാൻ സാധിക്കും. ഷെയർ ബിറ്റുകൾ ഹോൾഡ് ചെയ്തു വെക്കും തോറും അതിന്റെ വില ദിവസേന കൂടിക്കൊണ്ടിരിക്കും. ഒരിക്കലും കൂടിയ വില കുറയുകയില്ല. ഇത് ഗ്രാസ് ഹോപ്പർ എന്ന ഈ ഡിജിറ്റൽ ഷെയറിന്റെ മാത്രം പ്രത്യേകതയാണ്. നമ്മുടെ ഡിജിറ്റൽ കാർഡിലുള്ള ഷെയർ എപ്പോൾ വേണമെങ്കിലും കമ്പനിക്കോ തേർഡ് പാർട്ടിക്കോ സെൽ ചെയ്ത് ക്യാഷ് ആക്കി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോവൽ ചെയ്യാവുന്നതാണ്. ഈ ഡിജിറ്റൽ ഷെയർ കാർഡ് ഉപയോഗിച്ച് കമ്പനിയുമായി ടൈപ്പ് ആകുന്ന റീറ്റെയിൽ ഷോപ്പുകളിൽ പോയി പർച്ചേസ് നടത്തുമ്പോൾ നമുക്ക് അവിടെ നിന്നും ഡിസ്കൗണ്ടായി ബിഡ് പോയിന്റുകൾ ലഭിക്കുന്നതാണ്. ഈ ബിഡ് പോയിന്റ് ഉപയോഗിച്ച് ബിഡിങ്ങിൽ പങ്കെടുത്താൽ നമുക്ക് ഷെയർ കാർഡിലെ ഷെയർ ബിറ്റുകളുടെ എണ്ണം കൂട്ടാവുന്നതാണ്. 100 ബിറ്റുകൾ ചേർന്നതാണ് ഒരു യൂണിറ്റ് ഷെയർ. നമ്മുടെ ഷെയർ കാർഡിൽ 100 ഷെയർ ബിറ്റുകൾ നേടുകയും 1,00,000 യൂണിറ്റ് ഷെയർ ബിഡിങ്ങിലൂടെ റിലീസ് ആകുന്നതുവരെ അത് ഹോൾഡ് ചെയ്യുകയും ചെയ്താൽ നമുക്കുമാകാം നാളത്തെ കോടീശ്വരൻ. ആയതിനാൽ ഏതൊരു സാധാരണക്കാരനും 1000 രൂപ മുടക്കി ഒരു ഡിജിറ്റൽ ഷെയർ കാർഡ് എടുക്കുന്നതിലൂടെ കമ്പനിയുടെ MMS എന്ന ബിസിനസ് ആശയം വഴി കേരളത്തിലെ ഒരുപാട് റീറ്റെയിൽ ഷോപ്പുകളുടെ ഷെയർ ഹോൾഡർ ആകുവാൻ സാധിക്കുന്നു. കമ്പനിയുമായി ടൈപ്പ് ആകുന്ന ഈ ഷോപ്പുകളിൽ നമ്മുടെ ഷെയർ കാർഡ് മെമ്പേഴ്സ് എപ്പോഴൊക്കെ പർച്ചേസ് നടത്തുന്നുവോ അപ്പോഴൊക്കെ അതിന്റെ ലാഭത്തിന്റെ ഒരു വിഹിതം നമ്മുടെ ഷെയർ കാർഡിലേക്കും ലഭിക്കുന്നു. നിങ്ങളുടെ ഷെയർ കാർഡിലെ ഷെയർ ബിറ്റുകൾ മറ്റുള്ളവരുടെ പർച്ചേസുകൾ മൂലം ദിവസേന വളർന്നു ആയിരങ്ങളും 10,000ങ്ങളും ലക്ഷങ്ങളുമായി തീരുന്നു. നാളെ റേഷൻ കാർഡിനേക്കാൾ വിലയും മൂല്യവുമുള്ള ഒരു കാർഡായി ഈ ഡിജിറ്റൽ ഷെയർ കാർഡ് മാറുകയും ഈ ഷെയർ കാർഡിലൂടെ നമ്മുടെ കുടുംബത്തിന് സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിക്കുകയും ഒപ്പം നമ്മുടെ വിലപ്പെട്ട സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി നമുക്ക് ജീവിത വിജയം കരസ്ഥമാക്കാൻ കഴിയുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഏതൊരു സാധാരണക്കാരനും അവന്റെ നിത്യച്ചെലവുകളെ വരുമാനമാക്കി വിജയിക്കാൻ കഴിയുന്ന അതിമനോഹരമായ ഒരു ബിസിനസ് ആശയമാണ് ഈ ഡിജിറ്റൽ ഷെയർ കാർഡിലൂടെ കമ്പനി സാധാരണക്കാരന്റെ മുന്നിലേക്ക് വെച്ചു നീട്ടുന്നത്. നാം എല്ലാം എത്രയോ കാലങ്ങളായി നമുക്ക് വേണ്ട നിത്യോപയോഗ സാധനങ്ങളും മറ്റും കടകളിൽ നിന്നും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി നാളുകളിൽ എത്രയോ സാധനങ്ങൾ നമ്മൾ വാങ്ങാൻ കിടക്കുന്നു. എന്നാൽ നമ്മൾ നടത്തുന്ന ഈ പർച്ചേസുകളിൽ നിന്ന് ഷോപ്പുകാർക്ക് ഒരുപാട് ലാഭം ലഭിക്കുന്നു. കസ്റ്റമറായ നാം അന്നും ഇന്നും ഇനി ഇങ്ങനെ പോയാൽ ഇനി എന്നും ഒരു കസ്റ്റമർ മാത്രമായി നിലകൊള്ളുന്നു. ഇവിടെയാണ് ഈ ഡിജിറ്റൽ ഷെയർ കാർഡിന്റെ പ്രസക്തി നമ്മൾ തിരിച്ചറിയേണ്ടത്. 1000 രൂപ മുടക്കി ഒരു ഡിജിറ്റൽ ഷെയർ കാർഡ് വാങ്ങി ആക്ടിവേറ്റ് ചെയ്യുന്നവർക്ക് ഈ കമ്പനിയുമായി ടൈപ്പ് ആകുന്ന റീറ്റെയിൽ ഷോപ്പുകളിൽ പോയി പർച്ചേസ് നടത്തുമ്പോൾ അവിടെ നിന്നും ഡിസ്കൗണ്ടായി കമ്പനിയുടെ ബിഡ് പോയിന്റുകൾ ലഭിക്കുകയും ആ ബിഡ് പോയിന്റ് ഉപയോഗിച്ച് ബിഡിങ്ങിൽ അഥവാ ലേലത്തിൽ പങ്കെടുത്താൽ ഗ്രാസ് ഹോപ്പർ എന്ന ഡിജിറ്റൽ ഷെയറിന്റെ ബിറ്റുകൾ ലഭിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ഓരോ പ്രാവശ്യവും പർച്ചേസ് നടത്തുമ്പോൾ നമുക്ക് ബിഡ് പോയിന്റ് ലഭിക്കുകയും ഈ പോയിന്റുകൾ ഉപയോഗിച്ച് ബിഡിങ്ങിൽ പങ്കെടുത്ത് കൂടുതൽ ഷെയർ ബിറ്റുകൾ നേടിയെടുക്കുകയും ചെയ്യാം. ഇങ്ങനെ നമ്മുടെ ഷെയർ കാർഡിൽ 100 ഷെയർ ബിറ്റുകൾ നേടിയെടുത്താൽ നമ്മുടെ ഷെയർ കാർഡിൽ ഒരു യൂണിറ്റ് ഷെയർ ആകുന്നതാണ്. നമ്മളെപ്പോലെ മറ്റുള്ളവരും ഇതുപോലെ ഷെയർ കാർഡ് മെമ്പറാകുകയും അവരുടെ നാട്ടിൽ ടൈപ്പ് ഷോപ്പുകളിൽ പോയി പർച്ചേസ് നടത്തുകയും ചെയ്യുമ്പോൾ അവർക്കും ബിഡ് പോയിന്റുകൾ ലഭിക്കുകയും അവരും ബിഡിങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഓരോ ഷെയർ കാർഡ് മെമ്പേഴ്സും ടൈപ്പ് ഷോപ്പുകളിൽ പോയി പർച്ചേസ് നടത്തുമ്പോൾ കമ്പനിക്ക് അവിടെ നിന്നും വരുമാനം ലഭിക്കുകയും ആ വരുമാനത്തിന്റെ 50% തുക ആരുടെയൊക്കെ കയ്യിലാണോ ഡിജിറ്റൽ ഷെയർ കാർഡുള്ളത് അവരുടെ കാർഡിലേക്ക് വീതിക്കുകയും ചെയ്യുന്നു. തൽഫലമായി എല്ലാവരുടെയും ഷെയർ കാർഡിലെ ഷെയർ ബിറ്റുകളുടെ വില വർദ്ധിക്കുന്നു. നിത്യോപയോഗ സാധനങ്ങൾ എല്ലാവർക്കും എപ്പോഴും വേണമെന്നിരിക്കെ ഡിജിറ്റൽ ഷെയർ കാർഡിലെ ഷെയർ ബിറ്റുകളുടെ വില ദിവസേന കൂടിക്കൊണ്ടിരിക്കും. ഇതനുസരിച്ച് മറ്റുള്ളവർ ബിഡിങ്ങിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഷെയർ കാർഡിലെ ഷെയർ ബിറ്റുകളുടെ വില ദിവസേന കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. ഷെയർ കാർഡിലെ ഷെയർ ബിറ്റുകളുടെ കൂടിയ വില ഒരിക്കലും കുറയുകയില്ല. ഇത് ഗ്രാസ് ഹോപ്പർ എന്ന
എന്ന ഈ ഡിജിറ്റൽ ഷെയറിന്റെ മാത്രം പ്രത്യേകതയാണ്. ഡിജിറ്റൽ ഷെയർ കാർഡിലെ ഷെയർ എപ്പോൾ വേണമെങ്കിലും കമ്പനിക്ക് വിഡ്രോവൽ കൊടുത്തോ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ കൊടുത്തോ ക്യാഷ് ആക്കി മാറ്റാവുന്നതാണ്. ഷെയർ ഹോൾഡ് ചെയ്യും തോറും അതിന്റെ വില ദിവസേന കൂടിക്കൊണ്ടിരിക്കും. ആകെ 1,00,000 യൂണിറ്റ് ഷെയറുകളാണ് കമ്പനിയിലുള്ളത്. ഒരു യൂണിറ്റ് ഷെയർ ബിഡിങ്ങിലൂടെ റിലീസാകുമ്പോൾ നിലവിൽ റിലീസായിട്ടുള്ള യൂണിറ്റ് ഷെയറുകളുടെ മേൽ 100 രൂപയുടെ വാല്യൂ വർദ്ധിച്ചിട്ടുണ്ടാകും. ഇതനുസരിച്ച് 10 ബിഡ് അവസാനിക്കുമ്പോൾ ഷെയർ റേറ്റ് 1000 രൂപയും 1000 ബിഡ് അവസാനിക്കുമ്പോൾ ഷെയർ റേറ്റ് 1,00,000-ഉം 1,00,000 ബിഡ് അവസാനിക്കുമ്പോൾ ഷെയർ റേറ്റ് 1 കോടി രൂപയും ആയിട്ടുണ്ടാകും. എന്താണ് ബിഡിംഗ്? എങ്ങനെ ബിഡിംഗിൽ പങ്കെടുക്കാം? ബിഡ് എന്ന് പറഞ്ഞാൽ ലേലം എന്നാണ് അർത്ഥം. ബിഡിംഗിൽ പങ്കെടുക്കുക എന്ന് വെച്ചാൽ ലേലത്തിൽ പങ്കെടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബിഡിംഗിൽ പങ്കെടുത്താൽ മാത്രമേ ഏതൊരാൾക്കും ഷെയർ ബിറ്റുകൾ ലഭിക്കുകയുള്ളൂ. ഗ്രാസ് ഹോപ്പർ എന്ന ഈ ഡിജിറ്റൽ ഷെയർ ഒരിക്കലും ക്യാഷ് കൊടുത്ത് കമ്പനിയിൽ നിന്നും നേരിട്ട് വാങ്ങിക്കാൻ സാധിക്കുകയില്ല. പകരം ബിഡിംഗിൽ അഥവാ ലേലത്തിൽ പങ്കെടുത്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. ബിഡ് പോയിന്റ് കൈവശമുള്ളവർക്ക് മാത്രമേ ബിഡിംഗിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. കമ്പനിയുടെ വെബ്സൈറ്റിലുള്ള ബിഡ് നൗ എന്ന ബട്ടൺ ടച്ച് ചെയ്താൽ ബിഡിംഗ് റൂമിലെത്താം. ബിഡിംഗ് റൂമിൽ ഒരു ഗ്രാസ് ഹോപ്പർ കോയിനും അതിന്റെ ഇന്നത്തെ റേറ്റും ഒപ്പം ഇന്ന് ബിഡിംഗിൽ പങ്കെടുക്കാനുള്ള ബിഡ് ഫീയും കാണാവുന്നതാണ്. ബിഡ് വാല്യൂ ബോക്സിൽ ഇന്നത്തെ ഗ്രാസ് ഹോപ്പർ കോയിൻ റേറ്റിനു താഴെ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു വാല്യൂ എൻ്റർ ചെയ്യാവുന്നതാണ്. ബിഡ് വാല്യൂ ബോക്സിന് മുകളിൽ 1 രൂപ മുതൽ എത്ര വരെ ബിഡ് വാല്യൂ എൻ്റർ ചെയ്യാൻ സാധിക്കും എന്ന് മനസ്സിലാക്കി തരുന്ന ബിഡ് റേഞ്ച് കൊടുത്തിട്ടുണ്ട്. ഈ ബിഡ് റേഞ്ചിന് ഉള്ളിൽ, അതായത് ഇന്നത്തെ കോയിൻ റേറ്റിനു താഴെ മാത്രമേ ബിഡ് വാല്യൂ എൻ്റർ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഒരിക്കലും ഇന്നത്തെ കോയിൻ വിലയ്ക്ക് മുകളിൽ ബിഡ് ചെയ്യാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ കൈവശമുള്ള ബിഡ് പോയിന്റിനനുസരിച്ച് ഒരു ബിഡിംഗിൽ തന്നെ ഒന്നിൽ കൂടുതൽ വാല്യൂകൾ എൻ്റർ ചെയ്യാവുന്നതാണ്. ഓരോ ബിഡ് നടക്കുമ്പോഴും റിമൈനിങ് ബിഡ്സ് എന്ന ഭാഗത്ത് ബിഡ് കൗണ്ട് കുറഞ്ഞു വരുന്നതാണ്. റിമൈനിങ് ബിഡ്സ് 0 ആകുമ്പോൾ ഒരു ബിഡ് അവസാനിക്കുന്നതാണ്. ബിഡിംഗിൽ 2 തരത്തിലുള്ള സ്റ്റാറ്റസ് ആണ് ഉണ്ടാകുക. ഒന്ന് യുണീക്ക്, മറ്റൊന്ന് നോട്ട് യുണീക്ക്. ഒരാൾക്ക് മാത്രം അവകാശപ്പെടുന്നതിനെയാണ് യുണീക്ക് എന്ന് പറയുക. അതായത് നിങ്ങൾ ബിഡ് ചെയ്ത വിലയിൽ നിങ്ങൾ മാത്രമാണുള്ളതെങ്കിൽ അതിനെ യുണീക്ക് വാല്യൂ എന്ന് പറയുന്നു. മറിച്ച് നിങ്ങൾ ബിഡ് ചെയ്ത വിലയിൽ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ അതിനെ നോട്ട് യുണീക്ക് വാല്യൂ എന്നും പറയുന്നു. അതായത് ഒരേ വില ഒന്നിൽ കൂടുതൽ ആളുകൾ ബിഡ് ചെയ്താൽ അതിന്റെ സ്റ്റാറ്റസ് നോട്ട് യുണീക്ക് ആകുന്നു. 100 ബിഡ്സ് ചേർന്നതാണ് ഒരു യൂണിറ്റ് ഷെയർ. ഇത്തരത്തിൽ ആകെ 1,00,000 യൂണിറ്റ് ഷെയറുകളാണ് കമ്പനിയിലുള്ളത്. ഒരു ബിഡ് അവസാനിക്കുമ്പോൾ 100 ബിഡ്സ് അഥവാ ഒരു യൂണിറ്റ് ഷെയർ ആണ് റിലീസ് ആകുക. ബിഡിംഗിൽ പങ്കെടുക്കുന്നവർക്ക് അവർ ബിഡ് ചെയ്ത വാല്യൂകളുടെ സ്റ്റാറ്റസ് നോക്കി ഈ 100 ബിഡ്സുകളാണ് കമ്പനി വീതിച്ചു നൽകുക. ഒരു ബിഡ് അവസാനിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് വന്ന മൊത്തം ബിഡ് വാല്യൂകളിൽ നിന്നും യുണീക്ക് വാല്യൂകളും നോട്ട് യുണീക്ക് വാല്യൂകളും വേർതിരിക്കുന്നു. ശേഷം യുണീക്ക് വാല്യൂകളിൽ ഏറ്റവും കൂടിയ വാല്യൂ ആരാണോ ക്വാഡ് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കി അദ്ദേഹത്തിന് 10 ഷെയർ ബിഡ്സ് നൽകുന്നു. രണ്ടാമത്തെ യുണീക്ക് വാല്യൂവിന് 5 ഷെയർ ബിഡ്സ് നൽകുന്നു. മൂന്നാമത്തെ യുണീക്ക് വാല്യൂവിന് 3 ഷെയർ ബിഡ്സ് നൽകുന്നു. നാലാമത്തെ യുണീക്ക് വാല്യൂവിന് 2 ഷെയർ ബിഡ്സ് നൽകുന്നു. ഇത്തരത്തിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്നീ 4 യുണീക്ക് വാല്യൂകൾക്ക് 100 ബിഡ്സിൽ നിന്നും 20 ഷെയർ ബിഡ്സ് വീതിക്കുന്നു. 100 ബിഡ്സിൽ അവശേഷിക്കുന്ന 80 ബിഡ്സിൽ നിന്നും 50 ഷെയർ ബിഡ്സ് യൂണീക്ക് വാല്യൂകളിൽ 5ാമത്തെ വാല്യൂ മുതൽ ബാക്കി വരുന്ന യൂണീക്ക് വാല്യൂകൾക്ക് തുല്യമായി വീതിച്ചു നൽകുന്നു. ഇതനുസരിച്ച് യൂണീക്ക് വാല്യൂകൾക്കെല്ലാം അവരുടെ യൂണീക്ക് സ്റ്റാറ്റസ് അനുസരിച്ചുള്ള ഷെയർ ബിറ്റുകൾ ലഭിക്കുന്നു. 100 ബിറ്റ്സിൽ അവശേഷിക്കുന്ന 30 ഷെയർ ബിറ്റ്സ് എത്ര നോട്ട് യുണീക്ക് വാല്യൂകൾ ഉണ്ടോ അവർക്കെല്ലാവർക്കും കൂടി തുല്യമായി വീതിച്ചു നൽകുന്നു. ഇത്തരത്തിൽ ബിഡിംഗിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അവർ കൊടുത്ത ബിഡ് വാല്യൂകളുടെ സ്റ്റാറ്റസ് അനുസരിച്ചുള്ള ഷെയർ ബിറ്റുകൾ ലഭിക്കുന്നു. ബിഡിംഗിലൂടെ ലഭിക്കുന്ന ഷെയർ ബിറ്റുകൾ നിങ്ങളുടെ ഐഡിയിൽ ബിഡിംഗ് ബിറ്റ്സ് എന്ന വാലറ്റിൽ ക്രെഡിറ്റ് ആകുന്നതാണ്. ഒരു ബിഡ് അവസാനിച്ചാൽ 1,00,000 യൂണിറ്റ് ഷെയറിൽ നിന്നും ഒരു യൂണിറ്റ് ഷെയർ റിലീസാകുകയും അടുത്ത ബിഡിംഗ് സ്റ്റാർട്ടാകുകയും ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ബിഡിംഗിലൂടെ ഷെയർ ബിറ്റുകൾ ലഭിച്ചതിനു ശേഷം മറ്റൊരാൾ ബിഡിംഗിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ കൈവശമുള്ള ഷെയർ ബിറ്റുകളുടെ വില വർദ്ധിക്കുന്നതാണ്. ബിഡിംഗിലൂടെയാണ് ഇവിടെ ഷെയറിന്റെ വില വർദ്ധിക്കുന്നത്. ബിഡ് പോയിന്റിലൂടെ കമ്പനിക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ 50% തുക നിലവിൽ റിലീസായിട്ടുള്ള ഷെയർ ബിറ്റുകളിലേക്കും ബാക്കി 50% തുക ബിഡ് അവസാനിക്കുമ്പോൾ റിലീസാകുന്ന ഷെയർ ബിറ്റുകളിലേക്കുമാണ് വീതിക്കുക. ഇതനുസരിച്ച് ഒരു ബിഡ് അവസാനിക്കുമ്പോൾ നിലവിൽ റിലീസായിട്ടുള്ള ഓരോ ഷെയർ ബിറ്റുകളുടെ മേൽ 1 രൂപയുടെയും 100 ഷെയർ ബിറ്റുകളുടെ മേൽ 100 രൂപയുടെയും
വാല്യൂ വർധനവ് വരുന്നതാണ്. അതായത് ഒരു ബിഡ് അവസാനിക്കുമ്പോൾ നിലവിൽ റിലീസായിട്ടുള്ള യൂണിറ്റ് ഷെയറുകളുടെ മേൽ 100 രൂപയുടെ വാല്യൂ വർധനവ് സംഭവിക്കുന്നതാണ്. ഇത്തരത്തിൽ 10 ബിഡ് ക്ലോസ് ആകുമ്പോൾ ഒരു യൂണിറ്റ് ഷെയറിന്റെ വില 1000 രൂപയും, 1000 ബിഡ് ക്ലോസ് ആകുമ്പോൾ ഒരു യൂണിറ്റ് ഷെയറിന്റെ വില 1 ലക്ഷവും, 1 ലക്ഷം ബിഡ് ക്ലോസ് ആകുമ്പോൾ ഒരു യൂണിറ്റ് ഷെയറിന്റെ വില 1 കോടി രൂപയും ആയിട്ടുണ്ടാകും. ബിഡിങ്ങിലൂടെ ഷെയർ ബിറ്റുകൾക്ക് കൂടുന്ന വില ഒരിക്കലും കുറയുകയില്ല. ഇത് ഗ്രാസ് ഹോപ്പർ എന്ന ഈ ബിറ്റ് കോയിനിന്റെ മാത്രം പ്രത്യേകതയാണ്. കാരണം ബിഡ് നടക്കുമ്പോൾ മാത്രമാണ് ഷെയർ ബിറ്റുകളുടെ വില കൂടുന്നത്. ബിഡ് നടക്കുമ്പോൾ കമ്പനിക്ക് ബിഡ് പോയിന്റിലൂടെ വരുമാനം വരുന്നുണ്ട്. അതായത് ബിഡ് പോയിന്റിലൂടെ കമ്പനിക്ക് വരുമാനം ലഭിക്കുമ്പോൾ മാത്രമാണ് ഷെയർ ബിറ്റുകളുടെ വില വർദ്ധിക്കുന്നത് എന്നർത്ഥം. ഇന്ന് ആരും തന്നെ ബിഡിംഗിൽ പങ്കെടുത്തില്ല എന്ന് കരുതുക. അപ്പോൾ അന്നത്തെ ഷെയർ ബിറ്റുകളുടെ വില കുറയാതെ അതേ നിലയിൽ നിലനിൽക്കുകയും പിന്നീട് എപ്പോഴാണോ ബിഡ് നടക്കുന്നത് അപ്പോൾ ഷെയർ ബിറ്റുകളുടെ വില ആ റേറ്റിൽ നിന്നും മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നതാണ്. ആയതിനാൽ ബിഡിംഗിലൂടെ നിങ്ങളുടെ ഷെയർ കാർഡിൽ 100 ബിറ്റ്സ് അഥവാ 1 യൂണിറ്റ് ഷെയർ നേടുകയും 1 ലക്ഷം ബിഡ് ക്ലോസ് ആകുന്നതുവരെ അത് ഹോൾഡ് ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്കുമാകാം നാളത്തെ കോടീശ്വരൻ.